നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉറ്റുനോക്കിയ ഒരുപാട് മണ്ഡലങ്ങളിൽ ഒന്ന് പാലക്കാടാണ്. പാലക്കാട് നമ്മൾ സ്ഥാനാർത്ഥികളൊക്കെ നോക്കുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഒരു പെണ്ണൊരുത്തിയാണ്, BJPയുടെ ശക്തിയായ വനിതാ നേതാവാണ്. ഇന്നലെ വോട്ടെണ്ണി തുടങ്ങിയപ്പോഴും മുന്നിലായിരുന്നു. പക്ഷേ അവസാനം രമേശ് പിഷാരടി അടിച്ചു കയറുകയായിരുന്നു. രമേശ് പിഷാരടിയെ സംബന്ധിച്ച് ഒരു സിനിമാ നടനാണ്, അത് പുള്ളിക്ക് രാഷ്ട്രീയ അടിത്തറയില്ല എന്ന പരിഹാസങ്ങൾ ഒരു വശത്തുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇപ്പോൾ UDF സീറ്റ് നിലനിർത്താനാകുമോ എന്ന ചോദ്യങ്ങൾ ഒരു വശത്തുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞു എന്ന് സാധിച്ചു എന്ന് തെളിയിച്ചിരിക്കുകയാണ്. പിന്നെ LDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചാണെങ്കിൽ അവർ തന്നെ നേരത്തെ, അതായത് UDF തന്നെ പറഞ്ഞിരുന്നു അതൊരു ദുർബലനായ സ്ഥാനാർത്ഥിയാണ്. ദുർബലനായ സ്ഥാനാർത്ഥി ഇറക്കിയത് BJP അതുപോലെ തന്നെ LDF തമ്മിലുള്ളൊരു ഡീലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ദുർബലനായ സ്ഥാനാർത്ഥി ഇറക്കിയതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പാലക്കാട് വീണ്ടും വിജയം നേടിയിരിക്കുന്നു, സീറ്റ് നിലനിർത്തിയിരിക്കുന്നു. എങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ 2024 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ ഒരു ഭൂരിപക്ഷമുണ്ട്, അത് മറികടന്നിട്ടില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ആഘോഷ പരിപാടികളിലൊക്കെ രാഹുലും പങ്കെടുത്തു. അപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ രമേശ് പിഷാരടിയുടെ വിജയം എങ്ങനെ വിലയിരുത്തുന്നു? രമേശ് പിഷാരടിയുടെ വിജയം അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യം എന്ന് മാത്രമേ പറയാനുള്ളൂ. അത് വിചാരിച്ചാണ് ഭാഗ്യം. അദ്ദേഹം വളരെ ഒരു നല്ല മനുഷ്യനാണ്, പക്ഷെ നല്ല രാഷ്ട്രീയക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പാലക്കാടിന് വേണ്ടതൊക്കെ കൊണ്ടുകൊടുക്കാൻ, പാലക്കാട്ട് ജനങ്ങൾ മണ്ഡലത്തിന് വേണ്ടതല്ല കേരളത്തിന് വേണ്ടത് കൊണ്ടുകൊടുക്കാൻ, അല്ലെങ്കിൽ അത് നേടിയെടുക്കാനുള്ള ഒരു രാഷ്ട്രീയ ബോധം അദ്ദേഹത്തിനുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യക്തമായ സംശയമുണ്ട്. നന്നായിട്ട് യാതൊരു വിധമായിട്ടുള്ള പതറലും കൂടാതെ മണിക്കൂറുകളോളം സംസാരിക്കാൻ കഴിയുന്ന ഒരു അപൂർവ വ്യക്തിയാണ് അദ്ദേഹം. നമ്മുടെ ഏതെങ്കിലും ഒരു ചാനലിൻ്റെ അവതാരകനായിട്ട് അദ്ദേഹത്തെ വയ്ക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷേ നിയമസഭയിൽ ഒരു സാമാജികനായിട്ട് അദ്ദേഹം പോകുന്നത് കൊണ്ട് പാലക്കാടിനോ കേരളത്തിൻ്റെ നല്ലറയായ പാലക്കാടിനോ നമ്മുടെ എല്ലാമായ കേരളത്തിനോ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല, കോൺഗ്രസിനോട് അദ്ദേഹത്തിന് ഇഷ്ടമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം സ്ഥാനാർത്ഥിയായ ഒരു വ്യക്തിയാണ്. കോൺഗ്രസ് അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥി ആക്കിയതുകൊണ്ട് മാത്രം ജയിച്ച ഒരാളുമാണ്. ഞാൻ അദ്ദേഹത്തെ ആക്കുകയല്ല, പക്ഷേ ഈ സത്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അദ്ദേഹം തമാശകൾ പറയുമായിരിക്കാം, വാതോരാതെ സംസാരിക്കും, അതൊരു കഴിവ് തന്നെയാണ്. നമ്മുടെയൊക്കെ വായിലെയാണെങ്കിൽ ഉമിനീര് പറ്റിപ്പോവും. അദ്ദേഹം മണിക്കൂറുകളോളം സംസാരിച്ച് ഇങ്ങനെ പോവും. നമുക്കൊക്കെ ആണെങ്കിൽ ബോറടിക്കും, നമ്മൾ തന്നെ സംസാരിക്കും, നമുക്ക് തന്നെ ബോറടിക്കും. അദ്ദേഹത്തിന് അങ്ങനെ ഒരു നിമിഷമില്ല, ബോറടിയുടെ ഒരു നിമിഷമില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ സിനിമയിലെ ഒരു കലാകാരനാണ്, ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് പോലും, കലാകാരനായിട്ട് പോലും കോൺഗ്രസ്സിന് തരംഗം ഉണ്ടായിട്ടും നമ്മൾ നോക്കൂ, അവിടെ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 13,147 വോട്ടുകൾ മാത്രമാണ്, അല്ലേ? അത്രയേ ഉണ്ടായുള്ളൂ. അതേസമയം കേരളം വെറുക്കുന്ന, CPM വെറുക്കുന്ന, CPM വേട്ടയാടിയ നമ്മുടെ അടൂരുകാരനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങു ദൂരെ പാലക്കാട്ട് വടക്ക് പോയി ജയിച്ചത്, ഉപതെരഞ്ഞെടുപ്പിൽ 2021 ജയിച്ചത്, 2024 ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ഏതാണ്ട് 18,000 വോട്ടുകൾക്കാണ്. അപ്രതീക്ഷിതമായ വിജയമായിരുന്നു. ഇറ്റ് വാസ് എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ. അങ്ങനെയുള്ളൊരു സംഭവമാണ് അദ്ദേഹം നേടിയത്. അത് മറികടക്കാൻ പാലക്കാടിൻ്റെ സ്വന്തം പുത്രനായിട്ടുള്ള ഷാഫി പറമ്പിലിന് പോലും കഴിഞ്ഞിട്ടില്ല. ഷാഫി പറമ്പിൽ ഈ ശ്രീധരനുമായിട്ടുള്ള മത്സരത്തിൽ കേവലം 3,000 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. ഈ ശ്രീധരൻ്റെ സ്ഥാനത്ത് ആ 3,000 കൂടി കടത്തി വെട്ടിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ശോഭാ സുരേന്ദ്രൻ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ അത് തകർക്കാനും പിഷാരടിയെ വിജയിപ്പിക്കാനും ഒരു പ്ലോട്ട് ആസൂത്രണം ചെയ്തു. ആ പ്ലോട്ട് ഇതാണ്: BJPയിൽ നിന്ന് തന്നെയുള്ളൊരു സ്ത്രീയെ, ആലപ്പുഴക്കാരിയായിട്ടുള്ളൊരു സ്ത്രീയെ വിലക്കെടുത്തുകൊണ്ട് ശോഭാ സുരേന്ദ്രനാണെന്ന് പറഞ്ഞിട്ട് അവിടെ പെൻഷൻ പറ്റിയ ഒരു സ്ത്രീക്ക് 5,000 രൂപ മറ്റും കൊടുത്തു. അത് വലിയ കുറ്റമായി. അപ്പോൾ കേരളത്തിൽ മുഴുവൻ ബഹളമായി, വലിയ രാഷ്ട്രീയ കോലാഹലം, വലിയ കോളിളക്കം. ഇവിടെ യേശുക്രിസ്തുവിനെയാണ് ഓർമ്മ വരുന്നത്. മഗ്ദലന മറിയത്തെ അല്ലേ ജനങ്ങൾ കുറ്റപ്പെടുത്തിയപ്പോൾ, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവളെ കല്ലെറിയുമെന്ന് പറഞ്ഞു, അല്ലേ?
അത് എന്നേക്കാൾ കുറച്ചുകൂടെ നന്നായിട്ട് അറിയാവുന്ന ആരും ആയിക്കോട്ടെ. അതൊരു സ്ത്രീ, ഹാർലറ്റ് എന്ന് പറയുന്ന ഒരു വേശ്യ സ്ത്രീയെ ജനങ്ങളെല്ലാം കൂടി കല്ലെറിഞ്ഞപ്പോൾ യേശുക്രിസ്തു ആ ജനക്കൂട്ടത്തോട് പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവൾക്ക് നേരെ കല്ലെറിയൂ. ജനക്കൂട്ടം കല്ല് താഴെയിട്ടിട്ട് പിന്തിരിഞ്ഞു പോയി എന്ന് പറയുന്ന പോലെ ഏത് സ്ഥാനാർത്ഥിയാണ് ഇതുപോലെ പണം കൊടുക്കാത്തത്, പണം മുടക്കാത്തത്? നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്ഥാനാർത്ഥി നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇയാൾ ഈ ഷോ ഒക്കെ നടത്തിയത് പിന്നെ 25 ലക്ഷം രൂപയിൽ ഒതുങ്ങിക്കൊണ്ടാണോ? കോടിക്കണക്കിന് രൂപ ഇറക്കിയിട്ടുണ്ട്. അവിടെ പ്രചാരണം നടത്തിയവർക്ക് വേണ്ടി വൻകിട ഹോട്ടലിൽ പോയി അവരെ താമസിപ്പിച്ചിട്ട് പാർട്ടി നടത്തിയിട്ടുണ്ട്, ഇല്ലേ? എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നു. 25 ലക്ഷം എന്ന് പറയുന്നത് ഒരു ലക്ഷ്മണരേഖയാണ്. ആ ലക്ഷ്മണരേഖ കടന്ന് മുറിച്ചുകൊണ്ടാണ് ഈ ജയങ്ങൾ ഈ 140 മണ്ഡലങ്ങളിലേക്ക് ഒരുപക്ഷെ ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ അതിൻ്റെ ഒരു എക്സെപ്ഷൻ ഞാൻ കൊടുക്കുന്നത് പുതുപ്പള്ളിയിൽ മത്സരിച്ച ചാണ്ടി ഉമ്മന് മാത്രമാണ്. ഒരാർഭാടവുമില്ല, നിരാർഭാടമായിട്ടുള്ള പ്രചാരണം നടത്തി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ആ മണ്ഡലം പിടിച്ചു. ഇത് ഈ പറയുന്ന നമ്മുടെ രമേശ് പിഷാരടി ചെയ്തിട്ടില്ലേ? അദ്ദേഹം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയട്ടെ, സ്വന്തം മനസാക്ഷിയുടെ കോടതിയിൽ പറയട്ടെ. ഇപ്പം ശോഭാ സുരേന്ദ്രൻ മാത്രം ഭാവിയും ബാക്കിയെല്ലാം അങ്ങ് പുണ്യാളന്മാരും വിശുദ്ധ കന്യാമറിയങ്ങളുമായിട്ട് അങ്ങ് മാറുക. അങ്ങനല്ലല്ലോ. പ്രായോഗികമായ പല പയറ്റുകളും അംഗങ്ങളും നിങ്ങൾക്ക് നടത്തേണ്ടി വരും ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ. അതിവിടെയും ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി അതിന് കൂട്ടായിരുന്നത് BJPയിലെ ഒരു സ്ത്രീ തന്നെയാണ് അവരെ ഒറ്റുകൊടുത്തത്. സ്ത്രീയെ ഇപ്പോൾ പുറത്താക്കിയുണ്ട്, ആലപ്പുഴക്കാരി. അവളുടെ പേര് പറയുന്നത് തന്നെ അപമാനകരമാണ്, അതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ BJP തന്നെയാണ് അവിടെ BJPയെ തോൽപ്പിച്ചത്. അതിന് ഷാഫി പറമ്പലിന് അവസരം ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെയുള്ള ഭാരവെപ്പുകൾ BJPയിലും ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ശോഭാ സുരേന്ദ്രൻ എന്ന സ്ത്രീ പരാജയപ്പെട്ടത്. അത് സ്ത്രീ സമൂഹത്തിൻ്റെ ഒരു പരാജയമായിട്ടാണ് ഞാൻ കാണുന്നത്. വനിതാ സംവരണ ബില്ലിൻ്റെ എക്കോസിസ്റ്റം രാജ്യത്ത് നിലനിൽക്കുന്ന സന്ദർഭത്തിൽ അതിക്രൂരമായിട്ടെന്ന് ഞാൻ പറയും. ഒരു സഹാനുഭൂതിയുമില്ലാതെ ഒരു സ്ത്രീയെ അവിടുത്തെ സ്ത്രീകളും കൂടി ചേർന്ന് പരാജയപ്പെടുത്തി. അതിൻ്റെ നേർചിത്രമാണ് അവിടെ കണ്ടത്. അവർ കണ്ണീരോടെ തിരിച്ചുപോയി. വാസ്തവത്തിൽ ഒരു അഴിമതിയും നടത്താത്ത ഒരു സ്ത്രീയാണ്. അവരിന്ന് വരെ അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിട്ടില്ല. അവരുടെ തീപ്പൊരി ചിതറുന്ന വാക്കുകൾ കൊണ്ടാണ് അവർ ജയിച്ചിട്ടുള്ളത്. രമേശ് പിഷാരടി അദ്ദേഹത്തിൻ്റെ അനർഘളമായ മലയാള വാക്യ പ്രയോഗങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിനെ ഒരു കലാകാരനാക്കി സ്വയം മാറ്റിയതെങ്കിൽ ഇവരുടെ തീപ്പൊരി ചിതറുന്ന വാക്കുകൾ കൊണ്ടാണ് ആലപ്പുഴയിലും കായംകുളത്തും ഒക്കെ അനിതര സാധാരണമായ വിധത്തിൽ BJPയുടെ മുന്നേറ്റം ഇവരുണ്ടാക്കി വെച്ചത്. ഈ BJPയിലെ ചില ആൾക്കാർ തന്നെ കൃതജ്ഞതയോടെ അവരെ അവിടെ പരാജയപ്പെടുത്തി. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ട്. അപ്പോൾ അവരാണെങ്കിൽ ഒരു തീപ്പൊരിയായനെയും ഒരു ജ്വാലയായി മാറിയനെയും നമ്മുടെ നിയമസഭയിൽ ആ അവസരമാണിപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേട്ട് ബോറടിച്ച രമേശ് പിഷാരടിയുടെ വാക്യങ്ങൾ കേട്ടിട്ട് എന്താ കാര്യം? കേട്ടാലൊരിക്കലും ബോറടിക്കാത്ത ഈ തീപ്പൊരിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രനെ, അവരുടെ വാക്ചാതുരിയെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള രാഷ്ട്രീയത്തിനപ്പുറം ഇതിനെ കാണുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ കാണുന്നു. ഇപ്പോൾ ആദ്യമൊക്കെ അവിടെ പാലക്കാട് വോട്ടെണ്ണിയപ്പോൾ ശോഭാ സുരേന്ദ്രൻ മുന്നിലായിരുന്നു. ഇപ്പോൾ ജയിക്കുന്ന രീതിയിലായിരുന്നു. പിന്നെ ഈ പിരായിരി എത്തിയപ്പോഴാണ് ഒരു മാറ്റം ഉണ്ടായത്. പിരായിരിയിൽ നിന്നാണ് കൂടുതലും കോൺഗ്രസിനെ മിക്കപ്പോഴും തുണച്ചിട്ടുള്ളതും പിരായിരി തന്നെയാണ്. മിക്കവാറും പാലക്കാടുള്ള കോൺഗ്രസ് MLA-മാരെയൊക്കെ പിരായിരി MLA എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാറുണ്ട്. അപ്പോൾ ഈ ലാസ്റ്റ് നിമിഷത്തെ ഒരു ട്വിസ്റ്റ് അതാണ് അവസാന നിമിഷത്തിലാണ് രമേശ് പിഷാരടിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ ഇനി എങ്ങനെ വിലയിരുത്തുന്നു ഈ ഒരു ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഇനി ഒരു തിരഞ്ഞെടുപ്പുണ്ടെങ്കിൽ മത്സരിക്കുകയാണെങ്കിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇനി എന്തൊരു വിലയിരുത്താൻ, എല്ലാം കഴിഞ്ഞില്ലേ, തീർന്നില്ലേ? 5 വർഷം ഇനിയുണ്ട്. അപ്പോൾ ഈ പിരായിരി എന്ന് പറയുന്നത് നമുക്ക് വിലയിരുത്തുമ്പോൾ BJPയുടെ ഒരു ബെർമുഡ ട്രയാങ്കിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. അത് അറിയാമല്ലോ, ബെർമുഡ ട്രയാങ്കിളുടെ പ്രത്യേകത. കടലിൽ കൂടി സുരക്ഷിതമായിട്ട് വരുന്ന കപ്പലുകളെല്ലാം ഈ ബെർമുഡ ട്രയാങ്കിൾ കടന്നു പോകുമ്പോൾ അവിടെ മുങ്ങി താഴുന്നു. അങ്ങനെ ഒരു അപകടം പിടിച്ച മേഖലയാണ്. അപ്പോൾ പിരായിരിയെ എങ്ങനെങ്കിലും കയ്യിലെടുക്കുക എന്നുള്ളത് മാത്രമേ BJPയുടെ മുമ്പിലുള്ള ഓപ്ഷനുള്ളൂ. പിരായിരിയിലെ പുതിയ തലമുറ എനിക്ക് ഉറപ്പുണ്ട് തീർച്ചയായിട്ടും മറിച്ച് ചിന്തിക്കും, പുതിയ കാലത്തിനനുസരിച്ച് ചിന്തിക്കും, ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കും. ആ മാറ്റത്തിനുള്ള ദാഹം BJPയുടെ വിജയമായിട്ട് പാലക്കാടിൻ്റെ മണ്ണിൽ തന്നെ പരിണമിക്കും
ഇപ്പോൾ നമ്മൾ നേമം പിടിച്ചടക്കിയതുപോലെ, അല്ലെങ്കിൽ കഴക്കൂട്ടം പിടിച്ചതുപോലെ, അല്ലെങ്കിൽ ചാത്തന്നൂർ പിടിച്ചതുപോലെ ഒരിക്കൽ അവിടെയും താമര വിരിയും. പാലക്കാട് എന്ന് പറയുന്ന കേരളത്തിൻ്റെ പഴയ നെല്ലറയിൽ ഒരിക്കൽ കൂടി താമര വിരിയാൻ ഇനിയും ആ മണ്ണിന് വളക്കൂറുണ്ട്. അതിന് സുജലമാണ് പാലക്കാട് ഇപ്പോഴും എന്ന് ഞാൻ കരുതുന്നു. ഈ പ്രചാരണ സമയത്ത് ഇപ്പോൾ ജനാധിപത്യ ഇടമാണ്, സ്ഥലമാണ്. അവിടെ ഒരു സ്ഥാനാർത്ഥിയെ തടയുക, അല്ലെങ്കിൽ ഇവിടെ ഞങ്ങളുടെ ഏരിയയാണ് ഇങ്ങോട്ട് വരരുതെന്ന് പറയുന്നത് പിഷാരടി അങ്ങനെ തടഞ്ഞിരുന്നു BJP പ്രവർത്തകർ. അപ്പോൾ അതൊക്കെ വളരെ മോശമായിട്ടുള്ള പ്രവൃത്തിയായിരുന്നു. അതൊക്കെ അനുകൂലമായി മാറി പിഷാരടിക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം അല്ലേ? അത് മോശം തന്നെയാണ്. പക്ഷേ അതിലും മോശമാണ് ഗണേഷ് കുമാറിനെ കുറിച്ച് പിഷാരടി നടത്തിയ പരാമർശം. അതായത് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചിട്ട്, ഭാര്യയെ വഞ്ചിച്ചിട്ട്, അത് ഓരോരുത്തരുടെയും സ്വകാര്യ കാര്യമാണെന്ന് പറയുമ്പോൾ, അപ്പോൾ അദ്ദേഹത്തിന് ഒന്നുകിൽ എന്തോ ഒളിച്ചു വയ്ക്കാനുണ്ട്. അപ്പോൾ താനും ഇതുപോലെ ക്രൂശിക്കപ്പെടുമെന്നുള്ള പേടി. 1 2 സ്ത്രീ സമൂഹത്തോടുള്ള പുരുഷ കേന്ദ്രിത സമൂഹത്തിൻ്റെ മാക്കോ മെയിൽ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ചോവിനിസം. അപ്പോൾ ഇത് രണ്ടിൽ നിന്ന് പുരുഷ കേന്ദ്ര പെണ്ണെങ്ങനെ വേണമെങ്കിലും പീഡിപ്പിക്കട്ടെ, സ്വകാര്യ കാര്യവും. സ്വന്തം ഭാര്യയെ വഞ്ചിക്കുക, അവരുടെ മുമ്പിൽ വെച്ചിട്ട് സ്ത്രീയെ അപമാനിക്കുക സ്വന്തം വീട്ടിൽ വെച്ചിട്ട്. ഇതൊക്കെ ഇങ്ങനെയാണോ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടാവേണ്ടത്? സ്വകാര്യ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങ് മാറ്റാമല്ലോ. എന്നാൽ പിന്നെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് എന്തുകൊണ്ട് സ്വകാര്യമെന്ന് അദ്ദേഹം പറഞ്ഞില്ല? അവിടെ സ്ഥാനാർത്ഥിയാക്കൂ, ഞാൻ വരുന്നില്ല സ്ഥാനാർത്ഥിയായിട്ട്, നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കൂ എന്ന് പറഞ്ഞില്ല. അതിൻ്റെ സ്ഥാനത്ത് കയറി അങ്ങ് MLA ആയതെന്തിന്? ചോദ്യമല്ലേ? അപ്പോൾ ഒരു ഇരട്ടത്താപ്പാണ് അവിടെ. രമേശ് ചെന്നിത്തലയല്ല, രമേശ് പിഷാരടിയുടെ രണ്ടും ധ്രുവാന്തരമുണ്ട്. ഇരട്ടത്താപ്പ് തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇനി ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഒരു സിനിമാ നടനാണ്. അപ്പോൾ ആള് MLA ആയിരിക്കുകയാണ്. എങ്ങനെയാണ് ഭരണമെന്നൊക്കെ കാത്തിരുന്ന് കാണാം. അത് അദ്ദേഹത്തിന് നടിക്കാതിരിക്കട്ടെ, നിയമസഭയിൽ അഭിനയിക്കാതിരിക്കട്ടെ. വളരെയധികം നന്ദി ഒരു വിഷയത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. തീർച്ചയായും.